ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ സിപിയും തോറ്റുമടങ്ങി. എന്നിട്ടാണോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നായിരുന്നു കേരള സർവകലാശാലയുടെ മുന്നിൽ കെട്ടിത്തൂക്കിയ ബാനറിലെ വാചകങ്ങൾ. SFI എന്ന വിദ്യാർത്ഥി സംഘടനയാണ് ആ ബാനർ അവിടെ സ്ഥാപിച്ചത്. എന്നാൽ ഈ ബാനർ കണ്ട വൈസ് ചാൻസലർക്ക് അതല്പം കടന്നു പോയില്ലേ എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർ ബാനർ കണ്ട പാതയിൽ തന്നെ രജിസ്ട്രാർക്ക് അത് അഴിച്ചു മാറ്റാനുള്ള നിർദ്ദേശം നൽകി. അത് വെറും നിർദ്ദേശമായിരുന്നില്ല, രേഖാമൂലമുള്ള നിർദ്ദേശം. മാത്രമല്ല, ഒരു ഹൈക്കോടതി ഉത്തരവിനെ മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശം. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം സർവകലാശാല ആസ്ഥാനത്തോ സർവകലാശാല ആസ്ഥാനത്തിന്റെ പരിസരത്തോ സർവകലാശാലയുടെ ആസ്ഥാനത്തിന്റെ 200 മീറ്റർ ചുറ്റളവിൽ പോലും സർവകലാശാലയിലെ അധികൃതർക്കെതിരെയോ വൈസ് ചാൻസലർക്കെതിരെയോ ചാൻസലർക്ക് എതിരെയോ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും പാടില്ല എന്നതായിരുന്നു ആ ഹൈക്കോടതി ഉത്തരവ്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇക്കാര്യം സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏകകണ്ഠേന പറഞ്ഞത്. അതിനുള്ള പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ചെയ്യുക എന്നുള്ളത് അവരുടെ ജനാധിപത്യ അവകാശമാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ നിഷേധത്തിന് അവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. അതായത് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞത്. അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒന്നടങ്കം തന്നെ വൈസ് ചാൻസലറുടെ ഉത്തരവിനെ അഥവാ നിർദ്ദേശത്തെ തള്ളിക്കളയുകയായിരുന്നു. മുൻപും സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഈ ഏകകണ്ഠമായ നീക്കത്തിനുള്ള പ്രധാന കാരണവും. മുൻപ് മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. മാർക്ക് ലിസ്റ്റ് വിവാദം മാത്രമല്ല, മറ്റു പല വിഷയങ്ങളിലും സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ കൊണ്ട് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഈ നിർദ്ദേശം തള്ളാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് വൈസ് ചാൻസലർ എപ്പോഴും ഗവർണറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം കൂടിയാണ്. അതായത് ഗവർണർ വന്നതിന് ശേഷം അദ്ദേഹം ഗവർണർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും വിദ്യാർത്ഥികളെ കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെയുണ്ട്. 2022 ഒക്ടോബർ 24 തീയതിയാണ് മോഹൻ കുന്നുമലിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ VC നിയമിക്കുന്നത്. ആ സമയത്ത് തന്നെ സർക്കാർ നോമിനേറ്റ് ചെയ്ത വ്യക്തിയെ തഴഞ്ഞുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇദ്ദേഹത്തെ നിയമിച്ചപ്പോൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രമായിരുന്നില്ല, കേന്ദ്രമന്ത്രിയുമായി ഇദ്ദേഹത്തിന് വലിയ അടുപ്പമുണ്ടായിരുന്നുവെന്നും ആ അടുപ്പത്തിന്റെ പേരിൽ രാജ്ഭവനിന്റെ നേരിട്ടുള്ള ഇടപെടൽ വഴിയാണ് ഇദ്ദേഹത്തിന് VC നിയമിച്ചത് എന്നുള്ള ആരോപണങ്ങളും ഇപ്പോഴുള്ള വൈസ് ചാൻസലറായ മോഹൻ കുന്നുമലിന് നേരെ അന്നും ഉയർന്നിരുന്നതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ മോഹൻ കുന്നുമലിനെ VC നിയമിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന് ചെറിയ സംഘപരിവാർ ചായ്വ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ആ സമയത്തെല്ലാം തന്നെ വലിയ വിവാദവുമായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപാണ് SFI പ്രവർത്തകരുടെ ബാനറുകൾ ഗവർണർ നീക്കം ചെയ്യാനായിട്ട് പോലീസുകാരോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ യാതൊരു ബാധ്യതയുമില്ലാതിരുന്ന പോലീസുകാർ അത് അഴിച്ചു മാറ്റേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ SFI പ്രവർത്തകർ ആ അഴിച്ചു മാറ്റിയ ബാനറിന് പകരം പുതിയ ബാനറുകൾ കെട്ടിത്തൂക്കുകയായിരുന്നു. മാത്രമല്ല, അതിനുശേഷം കേരളത്തിൽ ഉടനീളമുള്ള സകല യൂണിവേഴ്സിറ്റികളിലും സകല യൂണിവേഴ്സിറ്റി കോളേജുകളിലും കൂടുതൽ ബാനറുകൾ ഉയരുകയായിരുന്നു. ഇപ്പോഴിതാ ഗവർണർ എന്താണോ ആവശ്യപ്പെടുന്നത് അതേ ആവശ്യം തന്നെയാണ് വൈസ് ചാൻസലറും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചാൻസലർ പറയുന്നു, വൈസ് ചാൻസലർ അനുസരിക്കുന്നു, തുടർന്ന് വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകുന്നു. ഇതാണ് പൊതുവെ സംഭവിക്കുന്നത്. അതായത് വൈസ് ചാൻസലർക്ക് എന്നും വിധേയത്വം ഗവർണറായ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാനോട് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും പ്രകടമായത്. എന്നാൽ ഈ ബാനറുകൾ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും SFI പുതിയ ബാനറുകൾ ഇതിലും കൂടുതൽ ശക്തിയോടെ ഇതിലും കൂടുതൽ പ്രതിഷേധാത്മകമായി തന്നെ കെട്ടിത്തൂക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളും പറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്. അത് SFI മുൻപ് തെളിയിച്ചതുമാണ്. കുറച്ചു ദിവസങ്ങളായി ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി SFI പൊരിഞ്ഞ പോരാട്ടം നടത്തുകയാണ്. എന്നാൽ അതൊരു കേവലം വിദ്യാർത്ഥി സംഘടനയുടെ പോരാട്ടമായി കാണുവാൻ പോലും ഗവർണർ തയ്യാറായിട്ടില്ല, അഥവാ ചാൻസലർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാന ഘടകം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ ആക്രോശിച്ചുകൊണ്ടിരുന്ന ഒരു ഗവർണറെ അഥവാ ചാൻസലറെയാണ്. അത്തരത്തിൽ രോഷാകുലനായാണ് അദ്ദേഹം പെരുമാറിയത്. മാത്രമല്ല, ക്രമസമാധാന സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ റോഡ് ഷോയുമെല്ലാം തന്നെ കണ്ടതാണ്. ഇപ്പോഴിതാ ആ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് വൈസ് ചാൻസലർ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അതേ ഭാഷ, അതേ കാർക്കശ്യവും തന്നെ. പക്ഷേ തയ്യാറല്ല എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്, ക്യാമ്പസുകളിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അഥവാ ചാൻസലർക്കെതിരെ വലിയ
പ്രതിഷേധങ്ങൾ വലിയ ശബ്ദങ്ങൾ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ SFI പ്രവർത്തകർ മാത്രമായിരുന്നു പ്രതിഷേധിച്ചതെങ്കിൽ ഇപ്പോഴിതാ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി SFI പ്രവർത്തകരോടൊപ്പം കൂടി നിൽക്കുകയാണ്. അവർ കൂടി പ്രതിഷേധിക്കാൻ തയ്യാറാവുകയാണ്. അവർ കൂടി ഗവർണർക്കെതിരെ ശബ്ദമുയർത്താൻ മുതിരുകയാണ്. ഇനി അറിയേണ്ടത് MSF, KSU, ഫ്രട്ടേണിറ്റി തുടങ്ങി മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ കൂടി നിലപാടാണ്. ഫ്രട്ടേണിറ്റി ചെറിയൊരു മൂവ്മെന്റ് നടത്തിയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അത് വന്നിരുന്നില്ല. MSF പ്രവർത്തകർ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനിയും ഇതേ രീതിയിൽ തന്നെയാണ് ചാൻസലറും വൈസ് ചാൻസലറും മുന്നോട്ട് പോകുന്നതെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം തന്നെ പ്രതിഷേധിക്കാനായിരിക്കും സാധ്യത. എന്നാൽ അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്നടങ്കം പ്രതിഷേധത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാന് അഥവാ ചാൻസലർക്ക് ഇതേ ആക്രോശത്തിൽ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ട് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കില്ല.